ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് പോലെ ബിസിനസ് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ഇതിനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടൂൾസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ആരോ. ഓക്കെ, ആരോ മോഡൽ എന്നാണ് ഇതിനെ പറയുന്നത്. എ സ്റ്റാൻഡ്സ് ഫോർ എയിം, ആർ ഫോർ റിയാലിറ്റി, അനദർ ആർ ഫോർ റിഫ്ലക്ഷൻ, ഒ ഫോർ ഓപ്ഷൻ, ഡബ്ല്യു ഫോർ വേ ഫോർവേഡ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് എക്സാമ്പിൾ അടക്കം നോക്കാം. ഓക്കെ, എ ഫോർ എയിം, നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമ്മൾക്ക് എവിടെ എത്തണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. രണ്ടാമത്തതോ, ഇത് നമ്മൾ സെറ്റ് ചെയ്തു. രണ്ടാമത്തത് റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം എവിടെയാണുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ഇതാണ് നിങ്ങളിപ്പം കറൻ്റ്ലി ഉള്ള സ്ഥലം, റിയാലിറ്റി. ഓക്കെ, ഇത് നിങ്ങളുടെ എയിം, ഇത് നിങ്ങളുടെ റിയാലിറ്റി. ഇനി വേണ്ടത് ഇവിടുന്ന് നിങ്ങൾ ഇവിടത്തേക്ക് എന്തിനാണ് എത്തുന്നത്, അതാണ് റിഫ്ലക്ഷൻ. വൈ യു വാണ്ട് ടു റീച്ച് ദെയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുന്ന് ഇവിടെ എത്തണം, എന്തിനാണ് ഇവിടെ എത്തുന്നതിൻ്റെ റീസൺ കൊടുത്തു. ഇതാണ് നമ്മുടെ കറൻ്റ്ലി നമ്മുടെ പൊസിഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഒ ഫോർ ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തൊരു എക്സാമ്പിൾ എടുക്കുന്നത്, നമ്മളിപ്പം കൊച്ചിയിലാണുള്ളത്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം. ഇപ്പം നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് കൊച്ചി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം എന്നുള്ളതിന് ടൈം ഡ്യൂറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തണം. കാരണം ടൈം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഓപ്ഷൻസ് എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളത് നോക്കാം. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സാവാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ആവാം. നാലാമത്തെ ഓപ്ഷൻ കാറാവാം. അഞ്ചാമത്തെ ഓപ്ഷൻ ബൈക്കാവാം. പിന്നെ ഇതുപോലെ പല പല ഓപ്ഷൻസും നടക്കാം. നമ്മൾക്ക് സൈക്കിളിൽ പോവാം. ഇതിങ്ങനെ പല പല ഓപ്ഷനും നമുക്ക്, ഉദാഹരണത്തിന് ഇനി വന്ദേ ഭാരതാവാം, കാരണം അതിൻ്റെ സ്പീഡ് വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ പല ഓപ്ഷനും നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്ഷനൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ബൈക്കിനകത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമോ ഇല്ലയോ. ഓക്കെ, ഈ ടൈമിനകത്ത് എനിക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ. ഫ്ലൈറ്റ് ആണെങ്കിൽ എന്താണ്. അങ്ങനെ ഓരോ ഓപ്ഷനും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തെന്ന് പറയാം, എനിക്ക് ബൈക്ക് സൂട്ടബിൾ അല്ല, ഫ്ലൈറ്റ് സൂട്ടബിൾ അല്ല, എനിക്ക് ബസ് സൂട്ടബിൾ അല്ല, കാറ് ഓക്കെ ആണെങ്കിൽ കാർ ഓക്കെ, വന്ദേ ഭാരത് പറ്റില്ല, എൻ്റെ ടൈമുമായിട്ട് മാച്ച് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നോ രണ്ടോ ചൂസ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ കേസിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റൊന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ്സിനകത്താകുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ഫോർവേഡാണ്. വേ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നോക്കുക, ഇനി ഞാൻ കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പം ഇനി ഒന്നാമത്തത് ഞാൻ കാർ അറേഞ്ച് ചെയ്യണം. ഇനി അതിനകത്ത് എൻ്റെ പ്രിപ്പറേഷൻസ് ആണെങ്കിൽ പ്രിപ്പറേഷൻസ് ചെയ്യണം. ഇനി പോകുന്ന ടൈം ഫിക്സ് ചെയ്യണം. എൻ്റെ പ്ലാൻസ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. എൻ്റെ ഫുഡ് എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു ലിസ്റ്റ് ആക്ഷനായിട്ട് എഴുതുന്നതിനാണ് നമ്മൾ വേ ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പം ഓരോരോ നമ്മുടെ ബിസിനസ്സിനകത്തുള്ള, ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ബിസിനസ്സായിട്ട് എഴുതാൻ പറ്റും. ഇനി ബിസിനസ്സിനകത്തുള്ള ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മൊത്തം ബിസിനസ്സിനകത്ത് പറയാണ് എനിക്ക് മന്ത്ലി 1 CR ബില്ലിങ്ങും ചെയ്യണം, ഇൻവോയ്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലാൻസ് ഉണ്ടാവും. ഓക്കെ, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര കിട്ടണമെന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് ഇനി സെയിൽസിൽ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ സെയിൽസിൽ നിങ്ങൾക്ക് വീണ്ടും വേറൊരു ആരോ വരക്കാം. ആ സെയിൽസിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനൊരു ആക്ഷൻ പ്ലാൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആക്ഷൻ പ്ലാൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ
നമ്മൾക്ക് എന്തായി, ആ പ്ലാൻ സെറ്റായി. എന്താണോ ആക്ഷൻ ഉള്ളത് നിങ്ങൾക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ മുമ്പിലോട്ടേക്കുള്ള റൺ ഈസി ആക്കാൻ പറ്റും. ഇനി എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ നിങ്ങളുടെ കമ്പനിക്കകത്ത്, അതിനകത്ത് സെപ്പറേറ്റ് അതിനെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. വെറും കമ്പനിയുടെ ഓൾ സ്ട്രക്ചർ മാത്രമല്ല, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ചെറുതായി സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടാക്കാം. ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതാണ് ആരോ മോഡലിൻ്റെ സ്ട്രക്ചർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും അതൊരു ആ ടൂളിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.